ഒമാനിലെ റോയൽ ഒമാൻ പോലീസ് കഴിഞ്ഞ ദിവസം ഏഷ്യക്കാരായ 2 മയക്കുമരുന്ന് കള്ളക്കടത്ത് പ്രതികളെ പിടിച്ചതും അവരെ നിയമ നടപടിയിലേക്ക് കൊണ്ടുപോയതും ലോകം മുഴുവനും ശ്രദ്ധേയമായ വാർത്തയായി മാറിയിരിക്കുകയാണ്. 29,000 ഹെറോയിൻ ഗുളികകളാണ് ഈ 2 ഏഷ്യക്കാരിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത്. ഒമാനിൽ ഇതേ തുടർന്ന് തന്നെ രാജ്യവ്യാപകമായിട്ട് പരിശോധന കർശനമാക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് ട്വിറ്ററിലൂടെ ഇന്ന് ഡിസംബർ 25-ന് അറിയിച്ചിട്ടുമുണ്ട്. ആർഒപി വളരെ വലിയ സൂക്ഷ്മത ഇക്കാര്യത്തിൽ പുലർത്തുകയാണ്. ഒമാനിലെ നിയമം തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 6 വർഷമായിട്ട് സാധാരണ ജയിൽ ശിക്ഷ മാത്രമല്ല, ജീവപര്യന്തം മാത്രമല്ല, വധശിക്ഷ വരെ വിധിക്കാവുന്ന വിധത്തിലാണ് ഇപ്പോൾ മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾക്ക് ശിക്ഷ കൊടുക്കുന്നത് എന്നതറിയാമല്ലോ. ഏറ്റവും കുറഞ്ഞത് തന്നെ 10 വർഷത്തെ തടവ് ശിക്ഷയാണ്, 3000 റിയാലിൻ്റെ പിഴയുമാണ്. ആ പിഴ കൂടിപ്പോയി 25,000 റിയാൽ വരെ ആക്കുന്ന രൂപത്തിലും നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് ഒമാൻ റോയൽ പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മയക്കുമരുന്നുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒമാനിലെ നിയമം കർശനമായി മനസ്സിലാക്കണമെന്നും അതിൽ നിന്ന് പിന്മാറണമെന്നും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.